ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. 50 എണ്ണം അളവാണ് കേട്ടോ ഇതിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന മീഡിയം സൈസിലുള്ള ഈ ഒരു സൈസിലുള്ള കട്ട്ലറ്റ് 50 കട്ട്ലറ്റിൻ്റെ അളവാണ്. ഇനിയിപ്പോൾ 100 എണ്ണം അല്ലെങ്കിൽ 200 എണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവ് ഞാനിതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. മുമ്പും ഞാൻ 100 കട്ട്ലറ്റിൻ്റെ അളവ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ അതിൽ മിക്സഡ് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ചിക്കൻ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ചിക്കന് പകരം ബീഫ് വേണമെങ്കിൽ ബീഫും എടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഫ്ലോഫായിട്ടുള്ളവർ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങളെ കൺഫ്യൂഷനൊക്കെ ഇത് കണ്ടാൽ എല്ലാ ഡൗട്ടും ക്ലിയർ ആവും. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ഫ്രോസൺ ആക്കി വെക്കുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് വെക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെ കുറേ ഡൗട്ടൊക്കെ കുറേ പേര് ചോദിക്കലുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളമൊക്കെ ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം, വെള്ളം വറ്റിച്ചെടുക്കണം. അല്ലാതെ വെള്ളം നമ്മളത് കളഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. 1 കിലോ ചിക്കനാണ് കേട്ടോ വേണ്ടത്. ബോൺലെസ് ആയിട്ടുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് പൊട്ടോറ്റോ വേണ്ടത് സെയിം 1 കിലോ പൊട്ടോറ്റോ വേണം. 1 കിലോ ചിക്കൻ എടുക്കുമ്പോൾ 1 കിലോ പൊട്ടോറ്റോ എടുക്കുക. ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് ആ പൊട്ടോറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേകണം. നമ്മളിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. നന്നായിട്ട് ഇതുപോലെ മാഷ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. ഇതുപോലെ എന്തെങ്കിലും മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. കട്ടയൊക്കെ ഇതിൽ വലിയ വലിയ പീസസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഉടച്ചെടുക്കുക. അപ്പം 1 കിലോ പൊട്ടറ്റോ അല്ല നമ്മളെടുത്തപ്പോൾ 1 കിലോ പൊട്ടറ്റോയും വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അത് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഞാൻ ഇതേപോലെ ഉടച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ചൂടോടെ ഉടച്ചെടുക്കാൻ നോക്കാം കേട്ടോ. എപ്പോഴും പൊട്ടറ്റോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോടെ ഒന്ന് മാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മാഷായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് മാഷ് ചെയ്തെടുത്താലും മതി. ഞാൻ ആദ്യം തന്നെ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിത് മസാല ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇതിലോട്ട് നമ്മൾ ചേർത്തിട്ടുള്ള സവാള 400 ഗ്രാം സവാളയാണ് കേട്ടോ ഈ ഒരളവിൽ. ഇത് എണ്ണ നോക്കുകയാണെങ്കിൽ മീഡിയം സൈസിലുള്ള 5 സവാള, ഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ 400 ഗ്രാമാണ്. ഇനി ഇത് ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ പോരാ, ഒന്ന് വഴന്ന് കിട്ടണം. പിന്നെ ഞാൻ മുമ്പ് കട്ട്ലറ്റിൻ്റെ 100 എണ്ണം അളവ് ചെയ്തപ്പോൾ അതിൽ ഞാൻ എണ്ണത്തിൻ്റെ അളവും പിന്നെ അതുപോലെ കപ്പിൻ്റെ അളവും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ കുറേ പേര് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിന്, എണ്ണത്തിൻ്റെ അളവും കപ്പിൻ്റെ അളവൊന്നും അല്ലാതെ ഗ്രാമിൻ്റെ അളവ് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇതിൽ ക്ലിയർ ചെയ്തത്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ. അപ്പോൾ ഇതിൽ ചേർത്ത അളവ് 3 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 ഫുള്ളായിട്ട് എടുക്കുക. ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി ആണെങ്കിൽ 3 എണ്ണം എടുക്കുക കേട്ടോ. നമ്മൾ അല്ലി എണ്ണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25-30 എണ്ണത്തിൻ്റെ അല്ലി എടുക്കുക. പിന്നെ ഒരു 5-6 പച്ചമുളക്, വലിയ പച്ചമുളകാണെങ്കിൽ 5 മതിയാകും, 4-5 മതിയാകും. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൗഡർ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാലയാണ് 1 ടീസ്പൂൺ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാലയുടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയി. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കതിനേക്കാളും ഒന്നും കൂടെ കഴിക്കാൻ ഇഷ്ടം നമ്മൾ കൈകൊണ്ട് തന്നെ ഷ്രെഡ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ മിക്സിയിലിട്ടിട്ട് അരഞ്ഞു പോകരുത്. ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാളും കൈകൊണ്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷ്രെഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്, അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. മൊത്തത്തിൽ നമ്മൾ എടുത്ത് വേവിച്ച ചിക്കനൊക്കെ ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ചിക്കന് ഇതിൽ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
മസാലയൊക്കെ ഇതിൽ പിടിക്കണം. ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ ഒരു ഇതുപോലും ഇതിലംശം പോലും ഇല്ല. നമ്മൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം മസാല നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇനി 1-2 കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് ചിക്കനും ഈ ഒരു മസാലയും ഒക്കെ. ബീഫ് എടുക്കുന്നുണ്ടെങ്കിലും സെയിം ഒരിക്കലും എടുത്താൽ മതി. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ഇതുപോലെ തന്നെ ഷ്രെഡ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് 1/2 ടീസ്പൂണ് ഇറച്ചി മസാല, മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി ഉപ്പും കൂടെ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ ചിക്കൻ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് അധികം ചേർത്തിട്ട് നല്ലോണം സ്പൈസി ആണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒരുപാട് ചേർക്കേണ്ട, 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യം പച്ചമുളക് ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് അധികം സ്പൈസി ഒന്നുമല്ല. 1/2 ടീസ്പൂണാണ് ഞാൻ കുരുമുളക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ മാത്രമല്ല കേട്ടോ, ഞാനിത് വേറെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊട്ടാറ്റോ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരിക്കലും ഫ്ലോപ്പ് ആവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവർക്കൊക്കെ ബോറാവും, കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എന്തിനാ ഇത്രയും പറയുന്ന, പിന്നെ അങ്ങനെ കുക്കിംഗ് അറിയാത്തവരൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാം എന്ന രീതിയിൽ. അറിയുന്നവരെന്തായാലും സ്കിപ്പ് ചെയ്തോളൂ, കാണണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. റംസാൻ സമയത്തൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതുപോലുള്ള ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിന്. ഇതിപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള അളവൊക്കെ നല്ല പാകത്തിനുള്ള അളവ് തന്നെയാണ്. എന്നാലും ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് നിറച്ച് റസ്ക് പൊടിച്ചതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. റസ്ക് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റസ്ക് പൊടിച്ചത് വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റായിട്ട്. ഞാനിതിലോട്ട് ബ്രെഡ് ക്രംസിന് പകരം റസ്ക് പൊടിച്ചത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ഇത് നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് നിറച്ച് റസ്ക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റസ്ക് പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് നമ്മൾ അത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മളത് ക്രംസായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് അത് ക്രംസാക്കി എടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്താലും മതി 1/4 കപ്പ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ റസ്ക് പൊടിച്ചതുണ്ടത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഞാനിപ്പം മീഡിയം സൈസിലുള്ള കട്ട്ലറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി എടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള കട്ട്ലറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കട്ട്ലറ്റാണ് കേട്ടോ 50 എണ്ണം നമുക്ക് ഈ ഒരളവിൽ കിട്ടുന്നത്. വലിയ സൈസിലെടുക്കുമ്പോൾ 50 എണ്ണം കിട്ടൂല, 35-40 എണ്ണം മാത്രമേ കിട്ടുള്ളൂ. 35 എണ്ണമൊക്കെ ആയിരിക്കാം. ഈ ഒരു സൈസിലാണെങ്കിൽ 50 എണ്ണം കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റസ്ക് പൊടിച്ചതാണ് ഞാനിപ്പോൾ കോട്ടിങ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മുട്ടയിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ്, 2 മുട്ട മതിയാവും കേട്ടോ ഈ ഒരളവിൽ. ഞാനിപ്പോൾ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിന്, 3 മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ആദ്യം ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഒരു 4-5 ഇട്ട് കൊടുക്കുക. കുറച്ച് വലിയ പ്ലേറ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റസ്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് കൂടുതൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കൈയൊക്കെ ഒന്ന് കൈ കഴുകി തുടച്ചിട്ടൊക്കെയാണ് ഈ ഒരു ക്രംസിൽ നല്ലോണം കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത അതേ കൈയോട്, നമ്മൾ നനഞ്ഞ കൈയോടെ ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ അത്ര നന്നായിട്ട് നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് നല്ല രീതിയിൽ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഇങ്ങനെ കോട്ടിങ് ചെയ്തെടുക്കണം. വീണ്ടും നമ്മൾ ഈ റസ്ക് പൊടിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് അപ്പോഴേ നമുക്ക് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഒരു ട്രേയിൽ ഞാൻ ആദ്യം നിരത്തി വെക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. വലിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ട്രേയോ എടുത്തിട്ട് ആദ്യം
നിരത്തി വെക്കുക. ഇതുപോലെ ഓരോന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറേ പേരിങ്ങനെ 2 പ്രാവശ്യം നമ്മളൊരു പ്രാവശ്യം കോട്ടിങ് ചെയ്തിട്ട് പിന്നെ വീണ്ടും മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്ന വീണ്ടും ഈ ഒരു ക്രംസിൽ കോട്ടിങ് ചെയ്യുന്ന അങ്ങനെയും ചെയ്തെടുക്കലുണ്ട്. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമാണ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കോട്ടിങ് നന്നായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഇതിൻ്റെ ക്രംസ് എണ്ണയിൽ വീഴുന്നൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇതുപോലെ ട്രെയിൽ നിരത്തി വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണം. 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ വെച്ചെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ട്രെയിൽ നിരത്തിയിട്ട് ഫ്രീസറിൽ വെക്കുക. നമുക്ക് എത്രത്തോളം ഫ്രീസറിൽ ട്രെയിൽ ഒരേ സമയത്ത് വെക്കാൻ പറ്റുന്ന അത്രയും വെക്കാം. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒരു 3 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ട്രേ എടുത്തിട്ട് 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ വീണ്ടും വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ കുറച്ച് കട്ടിയായിട്ടുണ്ട് 3 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോൾ. എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ 3 മണിക്കൂർ വെച്ച ശേഷം നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് പിന്നീട് കുറേ നാൾ കഴിഞ്ഞെടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് പിന്നെ അത് സെപ്പറേറ്റ് ഒട്ടിപ്പിടിച്ചത് പിന്നെ സെപ്പറേറ്റ് ആക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പൊടിഞ്ഞു പോകുന്നത്. ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് നമ്മളെങ്ങനെയാണോ ഇതേപോലെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല, അതേപോലെ കിട്ടും നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാലും. അപ്പോൾ ഇതുപോലെ തന്നെ വെക്കാൻ നോക്കാം കേട്ടോ. ആദ്യം ഒരു ട്രെയിലോ വലിയൊരു പ്ലേറ്റിലോ നിരത്തിയിട്ട് അതിലെത്രത്തോളം വെക്കാൻ പറ്റുന്ന അത്രയും 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. പിന്നെ അതിൽ സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ട്രെയിൽ നിരത്താം. എന്നിട്ട് ബാക്കിയുള്ളതും ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ ആ ഒരു പ്ലേറ്റിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം വെച്ചത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതുവരെ പുറത്തുതന്നെ വെക്കണ്ട. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് ഇതിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും 3 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചത് തന്നെയാണ്. ഇനി ഇതൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതുപോലെ വെച്ചാൽ കട്ട്ലറ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് എന്ത് സ്നാക്കും നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ ഇതുപോലെ വെച്ചാൽ മതി. ആദ്യം പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ട് പിന്നീട് കണ്ടെയ്നറിലോ സിപ്പ് ലോക്ക് ബാഗിലോ ഇട്ട് വെച്ചാൽ മതി. എന്താണെങ്കിലും സമൂസയാണെങ്കിലും വേറെ എന്തെങ്കിലും നഗ്ഗറ്റ്സോ വേറെ എന്ത് നമ്മൾ ഫ്രോസൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്രീസറിലോട്ട് മാറ്റിയിട്ട് ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തരാം തുറന്നിട്ട്. ഇപ്പോൾ ഇത് 2 ദിവസം ആയിട്ടുള്ള കട്ട്ലറ്റാണ്. നമ്മളെങ്ങനെയാണ് വെച്ച പോലെ തന്നെ ഉണ്ട്. മറ്റേ കണ്ടെയ്നറും ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഈ ഒരു രീതിയിലുള്ള ടിപ്പ് ഞാൻ കുറേ ഫ്രോസൺ ചെയ്യുന്ന സ്നാക്കിൻ്റെ ഇതിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിന്. നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഈസി അല്ലേ, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നീട് അത് പൊടിഞ്ഞു പോകുന്നതോ ഒട്ടിപ്പിടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാനും കുറേ നേരം അത് ഐസ് സെപ്പറേറ്റ് ആയി കിട്ടാനും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ഈസിയാണ്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് ഒരു 5 മിനിറ്റ് മാത്രം പുറത്ത് വെച്ചാൽ മതി വേണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് മാത്രം ഓവനിൽ ഒന്ന് റൂം ടെമ്പറേച്ചർ ആക്കുക, 10 സെക്കൻഡ് മാത്രം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. അപ്പോൾ എന്ത് ഈസിയാണ് ഇതുപോലെ ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ടാൽ പിന്നെ നമുക്ക് ഈസിയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്